ഹലോ ഡെലയിലേക്ക് വീണ്ടും സ്വാഗതം. ലോകത്തിലെ ഏറ്റവും സുന്ദരമായ വികാരങ്ങൾ ഒന്നാണ് സ്നേഹം. അതുമായി ബന്ധം ഈ കഥയ്ക്കുണ്ട്. AD 269 ഫെബ്രുവരി 14 മരണപ്പെട്ട ഒരാളുടെ കഥയാണ് ഈ പറയാൻ പോകുന്നത്. ആ ഡേറ്റ് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആളാരാന്ന്. ശരിയാണ്, വാലന്റൈൻ എന്ന് പറഞ്ഞിരുന്ന ഒരു വൈദികന്റെ കഥയാണ് പറയുന്നത്. AD 269 റോമ ചക്രവർത്തിയായിരുന്ന ക്ലോഡിയസ് രണ്ടാമൻ ഒരു നിയമം പുറത്തിറക്കി. അതായത് ആ രാജ്യത്തെ പുരുഷന്മാർ കല്യാണം കഴിക്കാൻ പാടില്ല. മറ്റൊന്നും കൊണ്ടല്ല, അവിടുത്തെ പട്ടാളത്തിന് കൂടുതൽ എഫിഷ്യൻസി വരുത്താനായിട്ട്. പക്ഷെങ്കിൽ ഈ വാലന്റൈൻ എന്ന് പറയുന്ന വൈദികൻ അച്ഛൻ ആളുകളെ രഹസ്യമായി കല്യാണം കഴിപ്പിക്കാറുണ്ടായിരുന്നു. ഇത് ഒടുവിൽ അദ്ദേഹം പിടിയിലായി തുറങ്കിൽ അടയ്ക്കപ്പെട്ടു. മരണം വരെ തൂക്കിക്കൊല്ലാനാണ് വിധിച്ചു. ആ തുറങ്കിൽ താമസിക്കുന്ന സമയത്ത്, ജയിലിൽ കഴിയുന്ന സമയത്ത് അച്ഛന്റെ സിദ്ധികളും കഴിവുകളും ഒക്കെ അറിഞ്ഞുകൊണ്ട് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ജയിലർ അച്ഛനുമായി കൂടുതൽ അടുക്കുകയും അദ്ദേഹത്തിന്റെ മകൾക്ക് കാഴ്ചയ്ക്ക് സുഖമില്ല, അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുകയും അതിൻ പ്രകാരം മകളെ ജയിലിൽ വരുത്തി അച്ഛനെ കാണിക്കുകയും ചെയ്തു. എന്നിട്ട് മരിക്കുന്നതിന്റെ തലേ ദിവസം, അല്ലെങ്കിൽ തല വെട്ടിക്കളഞ്ഞായിരുന്നു അദ്ദേഹത്തിന്റെ മരണമെന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ തലേ ദിവസം വാലന്റൈൻ ഈ പെൺകുട്ടിക്ക് ഒരു എഴുത്തെഴുതി, ഫ്രം യുവർ വാലന്റൈൻ എന്ന് പറഞ്ഞു. ഫെബ്രുവരി 14 അദ്ദേഹം മരണപ്പെട്ടു. ഈ എഴുത്ത് കുട്ടിയുടെ കൈ കിട്ടിയപ്പോൾ, അത് തുറന്നപ്പോൾ കുട്ടിയുടെ കാഴ്ച കിട്ടി എന്നുള്ളതാണ് ചരിത്രം. അതിനുശേഷം വാലന്റൈൻ, സെയിന്റ് വാലന്റൈനായി ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആയിട്ട് ലോകമെമ്പാടും നടത്തുന്നു. ഇതൊക്കെയാണ് ചരിത്രങ്ങളും കഥയും. ഈ കഥയ്ക്ക് ഇപ്പോൾ ഇവിടെ എന്ത് പ്രസക്തി, ഡബ്ലിനിൽ ഇതിനെന്ത് കാര്യം, അതിലേക്ക് നിങ്ങളെ ഇപ്പോൾ കൂട്ടിക്കൊണ്ടുപോകും. ഇന്നും ഈ കാലമത്രയും ആർക്കും നിർവചിക്കാനാവാത്തത്ര ശക്തമായ ഒന്ന് ഈ പ്രപഞ്ചത്തിലുണ്ട്. അതിൻ്റെ പേരാണ് പ്രണയം. പേരറിയാത്ത നൊമ്പരം പോലെ, മനം മയക്കുന്ന മധുരം പോലെ, പങ്കുവെക്കാത്ത വ്യാകുലതകൾ പോലെ, ആരാരും അറിയാതെ ഉള്ളിലൊതുക്കുന്ന മുറിവുകൾ പോലെ, ഒറ്റയ്ക്ക് നനയുന്ന മഴ പോലെ, ഇരുണ്ടുപോയ ആകാശത്ത് തെളിയുന്ന ഒറ്റ നക്ഷത്രം പോലെ, വിജനമായ കടൽപ്പരപ്പുകളിൽ എവിടെയെങ്കിലും തെളിയുന്ന ഒരു വിളക്ക് പോലെ, അങ്ങനെ അങ്ങനെ അങ്ങനെ. ഒന്ന് മിഴിപൂട്ടി നിന്നാൽ തെളിയുന്ന ചിത്രങ്ങളിൽ അത്രയും നിറയുന്ന ഒന്നിൻ്റെ പേരാണ് പ്രണയം. അതിൽ തൊട്ടവർക്കൊക്കെ പൊള്ളിയിട്ടുണ്ടാവും. ചിലർ ആ തീയുടെ ചൂടിൽ ഒരു സാമ്രാജ്യം തന്നെ ഊതി ഉരുക്കിയെടുത്തിട്ടുണ്ടാവും. പേരറിയാത്ത ആ രാജ്യത്തിലെ രാജകുമാരനും രാജകുമാരിയുമായി അവരവിടെ വാഴുന്നുണ്ടാവും. മറ്റു ചിലർ പഠിക്കാതെ പോയി എഴുതിയ ഒരു പരീക്ഷ പോലെ തോറ്റുപോയിട്ടുമുണ്ടാവും. തോറ്റുപോയിട്ടും അവസാനം വരേക്കും അവരും അവരുടെ പ്രണയത്തെ ഏറ്റവും ശക്തമായി തന്നെ കാത്തു സൂക്ഷിച്ചു. അവരുടെ ഹൃദയാകാശത്തും നിലാവ് പെയ്തുകൊണ്ടിരുന്നു. അപ്പൊ സെന്റ് വാലന്റൈന് ഡബ്ലിനുമായിട്ട് എന്താണ് ബന്ധം? ഞാനിപ്പോൾ നിൽക്കുന്നത് വൈറ്റ് ഫ്രൈ ചർച്ച് എന്ന പേരിലുള്ള ഡബ്ലിൻ സിറ്റി സെന്ററിന് നടുക്കുള്ള ഒരു പള്ളിയുടെ മുമ്പിലത്തെ പൂന്തോട്ടത്തിലാണ്. ഈ പള്ളിയും സെന്റ് വാലന്റൈനുമായി ഒരു ബന്ധമുണ്ട്. 1836 ഈ സംഭവം നടക്കുന്നത്. അന്നത്തെ ഈ പള്ളിയുടെ വൈദികനായ ജോൺ സ്പ്രാട്ട് അച്ഛൻ ഭയങ്കര അടിപൊളി പ്രസംഗകനായിരുന്നു. അച്ഛൻ്റെ പ്രസംഗങ്ങൾ സഭയിലൊക്കെ വളരെ ഫേമസ് ആയിരുന്നു. റോമില് ഗ്രിഗറി 16 മാർപ്പാപ്പയുടെ സമയത്ത് ഒരു സുവിശേഷ പ്രസംഗത്തിന് വേണ്ടി പോവുകയുണ്ടായി. അവിടെ അച്ഛൻ്റെ പ്രസംഗത്തിൽ ഇംപ്രസ്ഡ് ആയ മാർപ്പാപ്പ അച്ഛനൊരു സമ്മാനം കൊടുത്തു. എന്താണെന്നോ? നമ്മുടെ സെന്റ് വാലന്റൈൻ്റെ തിരുശേഷിപ്പാണ്. അത് ഇവിടെ കൊണ്ടുവന്ന് ഈ പള്ളിയിൽ കൊണ്ട് സ്ഥാപിച്ചു. പിന്നീടുണ്ടായത് ചരിത്രമാണ്. ഈ വൈറ്റ് ഫ്രൈ ചർച്ച് പിന്നീട് അങ്ങോട്ട് സെന്റ് വാലന്റൈൻ്റെ പേരിൽ വളർന്നു. അത്ഭുതങ്ങൾ ഒരുപാട് ഇവിടെ നടന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇന്ന് ആ വാലന്റൈൻ്റെ രൂപവും അതിൻ്റെ കീഴെ അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ലോകത്തിൽ 6-7 പള്ളികളിൽ സെന്റ് വാലന്റൈൻ്റെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിലും ഡബ്ലിൻ വൈറ്റ് ഫ്രൈ ചർച്ച് അതിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നു. ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ അന്ന് ഇവിടെ ഒരു മഹാ ഉത്സവം പോലെ തന്നെ അവരത് കൊണ്ടാടുകയും ചെയ്യും. ഇവിടേക്ക് വന്ന പ്രവാചകന്മാരത്രയും ഈ ലോകത്തോട് പറയാൻ ശ്രമിച്ചത് സ്നേഹത്തെക്കുറിച്ച് മാത്രമായിരുന്നു. എന്നാൽ സ്നേഹത്തിൻ്റെ
ഏറ്റവും സൗന്ദര്യമുള്ള രൂപമായ പ്രണയത്തെക്കുറിച്ച് പറയാൻ, പ്രണയിക്കുന്നവർക്ക് വേണ്ടി നിലകൊള്ളാൻ, അവർക്ക് വേണ്ടി കാരാഗൃഹവാസമനുഷ്ഠിക്കാൻ, അവസാനം അപരന്റെ പ്രണയത്തിനു വേണ്ടി സ്വന്തം ജീവൻ ബലി കൊടുക്കാൻ ഒരേ ഒരാളെ ഈ ലോകത്തിൽ അവതരിച്ചിട്ടുള്ളൂ. So famous in the world. Yeah, so the relics are here. Some of his relics are here. Obviously, there are some of his relics in different places. Okay. Yeah. No, I forget the exact date. I think there's a That's what it is. Yeah. So they were brought here because there was a priest who was here. John Spratt. Yeah, he was involved with the bishop involved in Rome and different things. Yeah. So and did a lot of work in Dublin. നിത്യപ്രണയത്തിന്റെ പ്രവാചകൻ ഇവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പ് ഈ അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. പ്രണയം ഉള്ളിൽ സൂക്ഷിക്കുന്ന ഇവിടേക്ക് വരുന്ന ഓരോരുത്തരുടെ ഉള്ളിലേക്കും അതിൻ്റെ സുഗന്ധം പകരാതെ പോവില്ല. അപ്പോൾ ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ സാധാരണ പള്ളികളിൽ പോകുന്നത് പോലെ തന്നെ അല്ലെ, ഒരു പക്ഷേ അതിന് മുകളിൽ ഒരു പ്രത്യേക അനുഭൂതി. എല്ലാ ദിവസവും 4-5 കുർബാനകൾ ഇവിടെ നടക്കുന്നു. വർഷത്തിൽ എല്ലാ ദിവസവും കുമ്പസാരങ്ങൾ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമായിട്ട് നടക്കുന്നു. അങ്ങനെ ഈ സെൻറ്റ് വാലന്റൈൻ്റെ തിരുശേഷിപ്പ് വെച്ചിരിക്കുന്ന ഈ പള്ളി ഡബ്ലിനിൽ തന്നെ ലോകത്തിലെ തന്നെ ഒരു ഐക്കോണിക് ചേർച്ചായി മാറിയിരിക്കുകയാണ്. അപ്പം ഇനി അയർലൻഡിലേക്ക് ഒരു യാത്ര ഉണ്ടെങ്കിൽ തീർച്ചയായും കുറച്ച് സമയം ശാന്തമായിരുന്ന് മനസ്സിനെ ഒന്ന് നിയന്ത്രിക്കാനായിട്ട് ഈ പള്ളിയിലേക്ക് ഒരു യാത്ര ചെയ്താൽ തെറ്റില്ല.